വീട്ടിനകത്തൊരു ഈച്ച കയറി. അതിനെ പുറത്താക്കാൻ ജനലും വാതിലും ഒക്കെ തുറന്നിട്ടു. ഫാൻ ഓണാക്കി. കൊല്ലാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിറകെ ഓടിച്ച് പേടിപ്പിച്ചു നോക്കി. വീട്ടിൽ വന്നയാളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് മര്യാദയല്ലെങ്കിലും ഗെറ്റോട്ട് അടിച്ചു നോക്കി. അവസാനം വേറെ വഴിയില്ലാതെ കൊതുക് ബാറ്റെടുത്ത് വീശേണ്ടി വന്നു. ഷോക്ക് അടിച്ച ഈച്ച ബോധം കെട്ട് നിലത്ത് വീണു. അതിനെ കളയാനായി പൊക്കിയെടുത്തപ്പോ ഈച്ച ഞെട്ടി എണീറ്റു. അയ്യോ എന്നെ കൊല്ലുന്നേ! ഞാൻ ആ പാവത്തിനെ ആശ്വസിപ്പിച്ചു. ചത്തിട്ടില്ല പുല്ലേ. ഈച്ച പൊട്ടിക്കരഞ്ഞു. കണ്ണിച്ചോരി ഇല്ലല്ലോ ചേട്ടാ നിങ്ങക്ക്. എനിക്ക് ദേഷ്യമാണ് വന്നത്. ഒരു മര്യാദ ഗെറ്റ് ഔട്ട് അടിച്ചാൽ ഇറങ്ങി പൊക്കോണം. ഈച്ചയുടെ കരച്ചിൽ ഉച്ചത്തിലായി. കഴിഞ്ഞ ദിവസം ഇവിടെ കയറിയ എന്റെ പ്രാണി സഖിയെയും നിങ്ങൾ ഇതുപോലെ കൊന്നു കളഞ്ഞില്ലേ? ഞാൻ ആകെ ഞെട്ടി. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈച്ച പൊട്ടിത്തെറിച്ചു. തിങ്കളാഴ്ച രാത്രിയിൽ അവളുടെ ഫോട്ടോ എടുത്ത് നിങ്ങൾ സ്റ്റോറി ഇട്ടു. ഈ ലോകം മൊത്തം അത് കണ്ടു. അവളുടെ പ്രൈവസി ഇല്ലാണ്ടാക്കിയത് നിങ്ങളാണ് ചേട്ടാ. ഞാൻ നിന്ന് വിയർത്തു. ഞാൻ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടു എന്നുള്ളത് ശരിയാ. എന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തായിരുന്നു. അവള് പോയായിരുന്നു. ഷോക്കേറ്റ് തകർന്ന ഈച്ച പതിയെ പറന്നു പൊങ്ങി. ഒരു പെണ്ണിന്റെ മാനം കളഞ്ഞിട്ട് വാതിൽ തുറന്നു കൊടുത്താ മതിയല്ലോ. എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. ഒരു ജോനൻ ഉറുമ്പ് അതുവഴി വന്നപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് അതിനെ ഫോക്കസ് ചെയ്തു. എന്നെ കണ്ട് ഉറുമ്പ് പോസ് ചെയ്തു. അതുവഴി പോയ ഈച്ച ഉറുമ്പിനോട് പറഞ്ഞു, നീയൊക്കെ കുണ്ടിയും കാണിച്ച് നിന്നു കൊടുക്ക്. 11 നാട്ടുകാരെ മൊത്തം കാണിച്ച് പേരുണ്ടാക്കട്ടെ. കൈവിട്ട് പോയല്ലോ ത്രിവിക്രമ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.